Okay. Good morning all. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ രണ്ടാമത്തെ സബ് കാറ്റഗറി ആണ്. ഏതാണ്? ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് മെത്തേഡ് രണ്ട് രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് മെത്തേഡും രണ്ടാമത്തെന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് മെത്തേഡും. അപ്പൊ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് മെത്തേഡ്. പറ്റുന്നവര് ഈ ഫിഗർ ഒന്ന് ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചെടുത്തേക്കുക. ഓക്കെ. അപ്പൊ ഇതാണ് ഒരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് മെത്തേഡിന്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന സ്പെസിമെൻ നമ്മളൊരു സാമ്പിൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ സാമ്പിളിന്റെ കറസ്പോണ്ടിങ് ഇമേജ് ആണ് നമ്മളൊരു സ്ക്രീനിൽ നമ്മൾ വ്യൂ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ആ സാമ്പിളിനെ തന്നെയാണ് സ്പെസിമെൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു അറേഞ്ച്മെന്റിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഇനിയുള്ള എല്ലാ സെറ്റപ്പും അല്ലെങ്കിൽ എല്ലാ ഡിവൈസസും പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ക്ലോസ്ഡ് അപ്പാരറ്റസിനുള്ളിലാണ് നമ്മളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നത്, സ്പെസിമെൻ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്കറിയാം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് മെത്തേഡിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് ലെൻസ് ആയിട്ട്? യൂസ് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ പോർഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തു? നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് സിസ്റ്റം യൂസ് ചെയ്തു. സോ ഇതെന്ന് പറയുന്നത് മാഗ്നറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ഒപ്റ്റിക്കൽ ലെൻസിൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ലെൻസിൽ നിന്നും ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസ് കുറച്ചുകൂടി സുപ്പീരിയർ ആണ്. ഓക്കെ, ക്വാളിറ്റി വൈസ് ഇൻ റെസൊല്യൂഷൻ ആസ് വെൽ ആസ് മാഗ്നിഫിക്കേഷൻ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പോയിന്റിൽ എന്ത് പ്ലേസ് ചെയ്യും? ഈ പറയുന്ന സ്പെസിമെൻ അല്ലെങ്കിൽ സാമ്പിൾ പ്ലേസ് ചെയ്യും. അതിന്റെ ടോപ്പ് പൊസിഷനിൽ നമ്മൾ എന്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും? ഫിലമെന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഫിലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നമ്മുടെ ഇലക്ട്രോൺ ഗണ്ണിനകത്താണ് ഈ പറയുന്ന ഫിലമെന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഫിലമെന്റ് എന്താണ്? ടങ്സ്റ്റൺ ഫിലമെന്റ് ആണെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ ഇനി എക്സ്റ്റേണൽ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഫിലമെന്റിനെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രോൺ ഗണ്ണിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ എക്സൈറ്റ് ചെയ്യും. അതിനെ എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് റിലീസ് ചെയ്യും? ഇലക്ട്രോൺ ബീംസ് റിലീസ് ചെയ്യും. ആ ഇലക്ട്രോൺ ബീംസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെൻസിലൂടെ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വരും. സോ ഇതെന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസ് എന്ത് ചെയ്യും? ആ ഒരു പാത്തിലൂടെ നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരും, ഒരു റേഡിയൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവും. അതിന്റെ ഒരു എഫക്റ്റിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ബീംസ് ബെൻഡ് ആവും. ഓക്കെ. സോ ഇവിടെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആ ബീംസ് ബെൻഡ് ആവുന്ന കാണിച്ചിട്ടുണ്ട്. അത് ബെൻഡായി അത് എവിടെ വന്ന് വീഴും? ഈ സ്പെസിമെന്റെ മുകളിൽ വന്ന് വീഴും. ഓക്കെ. ഇനി നമുക്കറിയാം നമ്മൾ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യണമെങ്കിൽ ഈ ഇലക്ട്രോൺ ഗൺ ഏത് പൊട്ടൻഷ്യലിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവണം? ഇറ്റ് മസ്റ്റ് ബി പ്ലേസ്ഡ് അറ്റ് എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ. നമ്മൾ അതിനെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? വിനോ ലൈറ്റ് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ ഒരേപോലെ ഇരിക്കുന്ന ചാർജസ്, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, അപ്പൊ ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്ത് അത് ഈ സ്പെസിമെനിലേക്ക് വീഴും. ഓക്കെ. ഇനി ഈ സ്പെസിമെനിലേക്ക് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു പക്ഷെ അതിലേക്ക് വന്ന് വീഴുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ എനർജിയിൽ വന്ന് വീഴുന്ന ഇലക്ട്രോൺസ് ഈ സ്പെസിമെനകത്തുള്ള കുറച്ച് ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ആ ബീം അല്ലെങ്കിൽ അയോൺസിനെ എന്ത് ചെയ്യാം? നോക്ക് ഔട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നോക്ക് ഔട്ട് ചെയ്യുന്ന അയോൺസിന്റെ ബീംസ് നമ്മൾ എന്ത് ചെയ്യും? ആ ഓരോ ബീംസ് ആയിട്ട് നമ്മൾ എടുത്ത് അതിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ ഒരു ഇമേജിംഗ് പ്ലെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഫോക്കസ് ചെയ്യാണ്. സോ ദിസ് ഇസ് ഹൗ എ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് മെത്തേഡ് വർക്ക്സ്. അപ്പൊ ഇതാണ് ആ ഒരു സെറ്റപ്പിന്റെ ഓവറോൾ ആയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇന്ന് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, the transmitted electrons are used to create the image of the sample. So ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് ഒരു സാമ്പിളിന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്ത ഇലക്ട്രോൺസിനെ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഈ സ്പെസിമെൻ നോക്കിക്കോ, ഈ സ്പെസിമെനകത്തൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത ഇലക്ട്രോൺസിനെയാണ്. നമ്മൾ നേരത്തെ കേസിൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? ഇതിനകത്ത് വന്ന് ഈ ഇലക്ട്രോൺ ബീംസ് വന്ന് വീണ് കഴിഞ്ഞാൽ
അതെന്ത് ചെയ്യും? കുറച്ച് ഇലക്ട്രോൺസിനെ ഈ സർഫസിൽ നിന്നും നോക്ക് ഔട്ട് ചെയ്യും. നോക്ക് ഔട്ട് ചെയ്യുന്ന ആ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി ഇലക്ട്രോൺസിനെ നമ്മൾ എടുത്ത് എന്ത് ചെയ്യും? അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന ഇമേജിംഗ് പ്രോസസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഈ ഒരു സ്പെസിമെനകത്തൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഡിഫറൻസ് മനസ്സിലാക്കിക്കോണം. ഹിയർ നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്തൂടെ നോക്ക് ഔട്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഈ സ്പെസിമെനകത്തൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ എടുത്ത് ഒരു ഇമേജിംഗിലേക്ക് അല്ലെങ്കിൽ ഒരു ഇമേജിംഗ് സ്ക്രീനിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. സോ ദ മേജർ ഡിഫറൻസ് ഇസ് in transmission electron microscope, here the transmitted electrons are used to create an image of the sample. Okay, so ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് മെത്തേഡ് രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞിരുന്നു, SEM-ഉം TEM-ഉം. അതിലെ ഏറ്റവും ഫസ്റ്റ് മെത്തേഡ് ആണ് എന്ത്? ഈ പറയുന്ന ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ഇലക്ട്രോൺ സോഴ്സ് ഉണ്ടാവും. ഈ ഇലക്ട്രോൺ സോഴ്സിനകത്താണ് നമ്മുടെ ഇലക്ട്രോൺ ഗണ്ണും കാര്യങ്ങളും വരുന്നത്. ആ ഇലക്ട്രോൺ ഗണ്ണിനകത്ത് ഒരു ഫിലമെന്റ് ഉണ്ടാവും. ദാറ്റ് ഫിലമെന്റ് ഈസ് കെപ്റ്റ് അറ്റ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ അതിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും സിമിലർ തന്നെയാണ്. നമ്മൾ നോർമലി ഇവിടെ യൂസ് ചെയ്യുന്ന ഫിലമെന്റ് എന്താണ്? ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്, ഓഫ് 100 മൈക്രോമീറ്റർ ഡയമെൻഷൻ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്തൊരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്ന സമയത്ത് ആ പൊട്ടൻഷ്യലിന്റെ എഫക്ട് കാരണം ഇതിനകത്ത് നിന്നും ഇലക്ട്രോൺസിന് അതെന്ത് ചെയ്യും? വെളിയിലേക്ക് ഇജക്ട് ചെയ്യും. ഓക്കെ, ദ റീസൺ ഈസ് ദാറ്റ് ലൈക്ക് ചാർജസ് എന്ത് ചെയ്യും? അത് റിപ്പൽ ചെയ്യും. ഇനി ഈ ഒരു പോർഷൻ എന്ന് പറയുന്നതാണ് എന്ത്? ഇലക്ട്രോൺ മാഗ്നറ്റിക് ലെൻസ് എന്ന് പറയുന്നത്. നമ്മൾ SEM-ൽ യൂസ് ചെയ്ത അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ നമ്മൾ ഇതിനെ ക്രോസ് ആയിട്ട് ഈ പറയുന്ന ഒരു അയൺ കാസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അയൺ കാസ്റ്റിംഗ് ആയിരിക്കും. ഇതിനകത്ത് എന്തുണ്ടാവും? കുറച്ച് കോയിൽസ് ഉണ്ടാവും. ഈ കോയിൽസിന് അക്രോസ് ആയിട്ട് ഞാൻ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. സോ അതിന്റെ ഒരു എഫക്ട് കാരണം എന്ത് സംഭവിക്കും? ഇതൊരു മാഗ്നറ്റിക് ലെൻസ് ആണ്. സോ അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അലോങ് ദ പോൾസ് ആയിരിക്കും അത് പോകുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് ആ പോൾസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ലൈൻസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ആ പോൾസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദ റേഡിയൽ ആക്സിസ്. ഞാൻ ഇന്നലെ ആ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സെയിം തന്നെയാണ്, അതേപോലെ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്ട് കാരണം എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺ ബീം എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. ബെൻഡ് ചെയ്ത് എന്ത് ചെയ്യും? ഈ സ്പെസിമെനിലേക്ക് വന്ന് വീഴും. അങ്ങനെ സ്പെസിമെൻ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ ഹോൾഡർ ആണ്. സാമ്പിൾ ഹോൾഡറിന്റെ സ്പേസിലാണ് നമ്മൾ എന്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? സ്പെസിമെൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നെക്സ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് ഇമേജിംഗ് സിസ്റ്റം ആണ്. ഈ ഇമേജിംഗ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പ്രൊജക്ടർ ലെൻസ് യൂസ് ചെയ്ത് നമ്മൾ ഈ വരുന്ന ബീംസ് അല്ലെങ്കിൽ ഇതിനകത്തൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോയ ഇലക്ട്രോൺസ് എന്താണോ ആ ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ഫോക്കസ് ചെയ്ത് ഒരു വലിയൊരു സ്ക്രീൻ അല്ലെങ്കിൽ ഒരു ഇമേജിംഗ് പ്ലെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ നമ്മൾ കൊണ്ട് വീഴ്ത്തുക ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനകത്തുള്ള ഇലക്ട്രോൺ ഗണ്ണിന്റെയും ഈ ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസിന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ SEM-നകത്ത് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം ഈ ഇലക്ട്രോൺസ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൂടെ ഫ്ലോ ചെയ്ത് അല്ലെങ്കിൽ ഇതിനകത്തൂടെ മൂവ് ചെയ്ത് ഇവിടെ വന്ന് സ്പെസിമെനിൽ വീഴുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? സ്കാറ്ററിംഗ് ഉണ്ടാവും. ഈ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഐദർ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. എന്താണ് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്? ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എനർജി ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് അവിടെ വന്ന് വീഴുന്ന സമയത്ത് അവിടെ എനർജി ചേഞ്ചസ് ജനറേറ്റ് ചെയ്യും. ഇനി ഈ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് അത് കൊഹറന്റ് ആവാം അല്ലെങ്കിൽ നോൺ കൊഹറന്റ് ആവാം. ഇനി കൊഹറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഹറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ഉണ്ടാവാത്ത, അതായത് നമ്മൾ ആദ്യം ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത ബീംസിന്റെ കറസ്പോണ്ടിങ് ഫേസും അതേപോലെ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് വന്ന ബീംസിന്റെ കറസ്പോണ്ടിങ് ഫേസും സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോൺ കൊഹറന്റ് എന്ന് പറയാം. ഇനി ആ ഫേസ് ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് കൊഹറന്റ് എന്ന് പറയാം. അതായത് ഫേസ് സെയിം ആകാം, ഒരു പക്ഷെ ഫേസ് ഡിഫറെന്റ് ആവാം. അപ്പൊ ഒന്നുകൂടി പറയാം, ഇലക്ട്രോൺസ് ഈ സ്പെസിമെനിൽ വന്ന് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? സ്കാറ്ററിങ്ങും അതിന്റെ കൂടെ വരും. അപ്പൊ സ്കാറ്ററിംഗ് ഉണ്ടാവും, ഒരു പോർഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇതിനകത്തൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും. നമ്മൾ ഇതിനകത്ത് എടുത്ത് അനലൈസ് ചെയ്യുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ്.
അപ്പൊ ഇങ്ങനെ വന്ന് സ്കാറ്റർ ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി രണ്ട് രീതിയിൽ അത് സ്കാറ്റർ ചെയ്യാം. ഒന്ന് ഇലാസ്റ്റിക് ആവാം അല്ലെങ്കിൽ നോൺ ഇലാസ്റ്റിക് ആവാം. ഇനി ഇലാസ്റ്റിക് ആണെങ്കിൽ അതിനകത്ത് എനർജി ചേഞ്ച് ഉണ്ടാവില്ല. ബട്ട് ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതിനകത്തൊരു എനർജി ചേഞ്ച് ഉണ്ടാവും. ഓക്കെ. ഇനി ഈ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ് കാരണം ഒരു റെഗുലർ പാറ്റേൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു ഇൻഇലാസ്റ്റിക് പ്രോസസ് അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ് പ്രോസസ് വഴി ഈ പറയുന്ന അബ്സോർപ്ഷൻ, അതായത് ചില ക്യാരക്ടറിസ്റ്റിക് അബ്സോർപ്ഷൻ, എമിഷൻ, അതേപോലത്തെ ഉള്ള പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് അതിൽ നിന്നും അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത്രയുമാണ് ശരിക്കും ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് മെത്തേഡിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ആ ഫിഗർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ടാവും. ആ ഇലക്ട്രോൺ ഗണ്ണിന് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ലെൻസ് യൂസ് ചെയ്ത് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യും. ഫോക്കസ് ചെയ്ത് ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അതിനകത്തൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും, ചിലത് ഡിഫ്രാക്ട് ചെയ്യും. ഓക്കെ. ഇനി ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ അപ്പേർച്ചർ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റഡ് ലെൻസ് യൂസ് ചെയ്ത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെയാണ് ഇമേജിംഗ് സ്ക്രീനിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമേജിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ഫിഗർ ആണ് വേണ്ടത്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ മേജർ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ വാട്ട് ആർ ദ റിസൊല്യൂഷൻ ഓഫ് TEM. എന്താണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് മെത്തേഡിന്റെ റിസൊല്യൂഷൻ എന്ന് പറയുന്നത്? അപ്പൊ റിസൊല്യൂഷൻ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം, റിസൊല്യൂഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നമ്മുടെ SEM മെത്തേഡുമായിട്ട് നോക്കുവാണെങ്കിൽ ഹയർ റെസൊല്യൂഷൻ ആണ് TEM മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് സ്കാറ്റർ ആയി വരുന്ന അല്ലെങ്കിൽ ഡിഫ്രാക്ട് ചെയ്യുന്ന റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഇലക്ട്രോൺസിനെ അല്ല അനലൈസ് ചെയ്യുന്നത്. പകരം എന്താണ് അനലൈസ് ചെയ്യുന്നത്? അതിനകത്തൂടെ ട്രാൻസ്മിറ്റഡ് ആയി പോയ ഇലക്ട്രോൺസിനെയാണ് അനലൈസ് ചെയ്യുന്നത്. സോ കമ്പയർഡ് ടു SEM we can say the transmission electron microscopic method is having a higher resolution എന്ന് പറയുന്നത്. ഇനി എന്താണ് resolution? It is nothing but it is the ability of the instrument to discriminate between two closely lying objects. അടുത്തടുത്ത് കിടക്കുന്ന ഒബ്ജക്ട്സിനെ എത്രത്തോളം കൃത്യമായിട്ട് അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും, വേർതിരിക്കാൻ പറ്റും. ഇതാണ് എന്ത്? റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് എന്ത്? മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളെ SEM-ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മൾ ഇവിടെ കിട്ടുന്ന TEM-നകത്തുള്ള മാഗ്നിഫിക്കേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഹയർ ക്വാളിറ്റി ഓഫ് മാഗ്നിഫിക്കേഷൻ പോസിബിൾ ആണ്. ബിക്കോസ് നമ്മൾ അതിനകത്ത് ഒന്നിൽ കൂടുതൽ ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മാഗ്നിഫിക്കേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെന്റ് ലെൻസസ് യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറെന്റ് മാഗ്നറ്റിക് ലെൻസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇന്റർമീഡിയറ്റ് ലെൻസ്, പ്രൊജക്ടർ ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസ്. സോ ഇതെല്ലാം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യാനും മാഗ്നിഫൈ ചെയ്യാനും. സോ അങ്ങനെയാണെങ്കിൽ ഓരോ ലെൻസിന്റെയും മാഗ്നിഫിക്കേഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? TEM-ന്റെ എഫക്റ്റീവ് മാഗ്നിഫിക്കേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് MT ഈക്വൽ ടു MI. MI എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ പാരാമീറ്റർ. ഇനി MO എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ പാരാമീറ്റർ. ആൻഡ് MP എന്ന് പറയുന്നത് പ്രൊജക്ടർ ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ പാരാമീറ്റർ. സോ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ product of all the three magnification parameters. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും SEM-ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ TEM-ന്റെ കറസ്പോണ്ടിങ് മാഗ്നിഫിക്കേഷൻ ആസ് വെൽ ആസ് റെസൊല്യൂഷൻ ഹയർ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ വേരിയസ് അഡ്വാൻറ്റേജസ് ഓഫ് TEM. ആദ്യത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് high resolution is possible using TEM, which is as small as 0.2 nanometer. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇമേജിംഗ് ഓഫ് ക്രിസ്റ്റലൈൻ ലാറ്റിസ് സ്ട്രക്ചർ ഈസ് പോസിബിൾ. സോ മെയിൻ ആയിട്ടുള്ള രണ്ട് അഡ്വാൻറ്റേജസ് ആണ് ഈ പറയുന്ന ഹൈ റെസൊല്യൂഷനും ഡയറക്റ്റ് ഇമേജിംഗ് എന്നും പറയുന്നത്. ഓക്കെ. ഇനി ബാക്കി പാരാമീറ്റേഴ്സ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറയണുള്ളൂ. ഇനി വാട്ട് ആർ ദ വേരിയസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് TEM? ഒന്നെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ
ഡിഫിക്കൽട്ട് ടു പ്രിപ്പയർ സാമ്പിൾ അല്ലെങ്കിൽ ബൾക്കിൽ നിന്നും സാമ്പിൾ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. അപ്പൊ ആ സാമ്പിളിന്റെ കണ്ടക്ടിവിറ്റി, ഡെൻസിറ്റി, അതേപോലെ തിക്നെസ് ഇതെല്ലാം വെച്ച് എടുത്ത് നമ്മൾ ആ ഒരു സാമ്പിൾ ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതുകൂടാതെ ദിസ് പ്രോസസ് ഈസ് കമ്പാരറ്റീവ്ലി എന്താ അതിന്റെ എക്യുപ്മെന്റ് സൈസ് അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി ലാർജ് ആണ്, അതേപോലെ എക്സ്പെൻസീവും ആണ്. ഇനി ഇത് ഓപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇതിനെ അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്പെഷ്യൽ ട്രെയിനിങ് ഇസ് റിക്വയർഡ് ഫോർ ഓപ്പറേഷൻ ആസ് വെൽ ആസ് അനാലിസിസ്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇമേജ് എപ്പോഴും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണ്. വൈൽ ഇൻ ദ കേസ് ഓഫ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒരു കളർ ഇമേജ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. അപ്പൊ ഏറ്റവും മേജർ നമ്മൾ എപ്പോഴും ഇമേജിംഗിൽ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഒരു കളർ ഇമേജ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് TEM നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഇമേജ് ആണ് കിട്ടുന്നത്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ അതിന്റെ മേജർ ഡിസഡ്വാൻറ്റേജ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ ഫ്രം ബൾക്ക് ഈസ് ഡിഫിക്കൽട്ട്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ലാർജ് ആൻഡ് എക്സ്പെൻസീവ് പ്രോസസ്. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേഷൻ ആൻഡ് അനാലിസിസ് റിക്വയർ സ്പെഷ്യൽ ട്രെയിനിങ്. ആൻഡ് ഫോർത്ത് വൺ, ഓൺലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ഒബ്റ്റെയിൻഡ്. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ SEM ആൻഡ് TEM. SEM എന്ന് പറയുന്നത് നമ്മൾ യൂസിങ് ഇലക്ട്രോൺ ബീംസ് ഫോർ ഇമേജിങ്. നമ്മൾ ഇവിടെയും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യല്ലോ, രണ്ടിലും സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ ഇലക്ട്രോൺ ബീം സ്കാനിങ് മെത്തേഡ് ഈസ് യൂസ്ഡ്. ഇവിടെ എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രോൺ ബീം ഈസ് യൂസ്ഡ്. ഇതിനകത്ത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമേജിംഗ് പ്രോസസ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു സിംഗിൾ വ്യൂ. നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇമേജിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഏതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ആ കിട്ടിയ ഇമേജസിനെ നമ്മൾ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി ഇതിനകത്ത് മാഗ്നിഫിക്കേഷൻ റെസൊല്യൂഷൻ കൂടുതലാണ്, ബട്ട് SEM-നകത്ത് മാഗ്നിഫിക്കേഷൻ റെസൊല്യൂഷൻ കുറവാണ്, കമ്പാരറ്റീവ്ലി ലെസ് ആണ്. ഇനി TEM-ൽ നമുക്ക് only 2-dimensional imaging can be obtained, while in SEM 3-dimensional image can be obtained. ഇനി TEM-നകത്ത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് മാത്രമേ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, while in the case of SEM color images can be obtained. Okay.